അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖബർ നമുക്കെല്ലാവരും കൊണ്ടുണ്ടെങ്കിൽ മരിച്ചിട്ട് ഒരേ കാല കിടക്കുന്നതായ ഒരു വീടായിട്ട് ഖബർ ചെല്ലും. ആഖിറത്ത് മനുഷ്യരുടെ യാത്രയുടെ ഫസ്റ്റ് സ്റ്റേഷനായിട്ട് മൻസിലും മിൻ മനാസിലിൽ ആഖിറാൻ, അവ്വലു മൻസിലും മിൻ മനാസിലിൽ ആഖിറ, ഫസ്റ്റ് സ്റ്റേഷൻ, ഫസ്റ്റ് ഘട്ടമായിട്ട് ഖബർ ചെല്ലും. ഈ ഖബറിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് കുതൂഹലങ്ങൾ നമുക്ക് ഉണ്ട്. പല ആൾമാരും ഭയപ്പെട്ട് ചെന്നില്ലെങ്കിലും പല ആൾമാരുടെ മനസ്സിൽ ഒരു ചെറിയൊരു ഒരു സംശയിക്കരുത്. ചെന്നെങ്കിൽ എന്താ ചെയ്യുന്നത്, ഖബറിൽ ശിക്ഷ നടക്കരുത്, ഖബറിൻ്റെ ശിക്ഷ ഹക്കുണ്ടായിരിക്കരുത് അഹ്ലു സുന്നത്തിലെ വിശ്വാസം. ചില ആൾമാർ ഖബർ ശിക്ഷ ഇല്ലാണ്ട് നിഷേധിക്കുന്ന ആൾമാരും ഉള്ളാർ. പക്ഷേ ഖബർ ശിക്ഷ ഹക്കുണ്ടാകുമ്പോൾ ആ ഖബറിൽ നടക്കുന്നതായ ശിക്ഷ എന്തുകൊണ്ടും നമുക്കത് ഗൊന്തായിട്ടില്ല ചിലതായിരിക്കണം. ഈ ഖബറിൻ്റെ ശിക്ഷയെ ഒന്ന് പരിശോധിക്കുകയായിട്ട് ഖബറിൻ്റെ ഉൾഗ CC ക്യാമറയെല്ലാം ഫിറ്റാക്കിയ ആൾമാരെല്ലാം ഉള്ളാർ. പക്ഷെ അതൊന്നും നമുക്ക് അങ്ങനെ കണ്ണ് അത് ഗോചരിച്ചിട്ടില്ല. മെയ്യത്ത് അടക്കിയിട്ട് ഒരു വാരം ഒരു തിങ്കളായെങ്കിലും ഖബർ ഉൾഗ ഒന്നും ഒരു മുൻകർ നക്കീറും പണ്ടത് കാണില്ല, ഒരു ശിക്ഷയും കാണില്ല, ഒരു ശബ്ദവും കേൾക്കില്ല. അപ്പോൾ എന്തുകൊണ്ട് തെല്ല് മാത്രം നമുക്കത് ശബ്ദം കേട്ടിട്ടുണ്ടായെങ്കിൽ, ഒരാൾ മരിച്ചിട്ട് അയാൾ ഖബറ് പോയിട്ട് അയാൾക്ക് ശിക്ഷ കൊണ്ടുണ്ടായെങ്കിൽ അയാൾ കിട്ടതായ മുക്കറിനക്കീറ ദണ്ട് കൊണ്ടുള്ള അടിയും ആ അടിക്കുമ്പോൾ അയാൾ ബൊബ്ബ അതെല്ലാം മാത്രം ഒന്ന് പത്ത് കേട്ടിട്ടുണ്ടായെങ്കിൽ ബാക്കിയുള്ള മനുഷ്യന്മാർക്കെല്ലാം ഒന്ന് പാടാവന്ത്, മനുഷ്യന്മാർ ചെമ്മ ആൾമാർ നല്ല ആവന്താറല്ലേ. ഇങ്ങനെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു ചോദ്യം എല്ലാവരുടെ മനസ്സും സാധാരണ കിട്ടും. ഇതിനെ സംബന്ധിച്ച് അള്ളാഹിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ച് തന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് നോക്കൂ. ഇന്ന ഹാദിഹിൽ ഉമ്മത്ത തുബ്തല ഫി ഖുബൂരിഹ, നിശ്ചയമായിട്ടും ഈ ഉമ്മത്ത് ഖബറിൽ വെച്ചിട്ട് അങ്ങനെ എന്താക്കപ്പെട്ട് പരീക്ഷിക്കപ്പെട്ട് അങ്ക് നല്ലതും അതുപോലെ ബെടക്കിടങ്ക് ബെടക്കും ശിക്ഷയും കിട്ടതായ ഒരു ജാഗായിട്ട് ഖബർ ചെല്ലത്. ഫലൗലാൻ തദാഫനു ലദഅഉതുല്ലാഹ അൻ യുസ്മിയക്കും മിൻ അദാബിൽ ഖബരി അല്ലദി അസ്മഉ മിൻഹു. ഖബറിൽ ശിക്ഷ ഉണ്ട് ഹക്കായിട്ട് ആ ശിക്ഷ അവിടെ ഉള്ളതായ നടക്കുന്നതായ ശിക്ഷയും അവിടെ ഉള്ളതായ മനുഷ്യന്മാരുടെ ശിക്ഷ കിട്ടുമ്പോൾ അങ്ങനെ ബൊബ്ബിട്ടതും അങ്ങനെ ആത്തനാതെല്ലാം ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾക്കും കേപ്പാട്ടണോ ചില ആശ ഉണ്ട്. പക്ഷേ അങ്ങനെ മാത്രം നിങ്ങൾക്ക് ഞാൻ ഖബറിൻ്റെ അദാബിടെ കേപ്പാട്ടുകയായിട്ട് അള്ളാഹുയുടെ പെർമിഷൻ എടുത്തിട്ടായെങ്കിൽ എന്താവും, നിങ്ങൾ പല ആൾമാരും നിങ്ങളെ പിരിസപ്പെട്ടങ്ങളെ നിങ്ങൾ ദഫന് ചെയ്യാനായിട്ട് അങ്ങനെ വിടുവാറ്. നിങ്ങൾ പിരിസപ്പെട്ട പല ആൾമാരെ നിങ്ങൾ ദഫൻ ചെയ്യല്ല. നിങ്ങൾ കാണുന്നത് ഖബറിൽ പോയെങ്കിൽ ഭയങ്കര ശിക്ഷ ഉണ്ടല്ലേ, നൻ്റെ മോടെ നക്ക് ശിക്ഷ നക്ക് അവൻ്റെ ബൊബ്ബ നക്ക് കേൾക്കുമ്പോൾ സാധ്യമില്ലാണ്ട് ഉമ്മ ചൊല്ലും. അതുപോലെ ഉമ്മയുടെ അല്ലെങ്കിൽ അബ്ബടെ മരിച്ചിട്ട് ഖബറിലിട്ടുണ്ടായെങ്കിൽ അവിടെ ഭയങ്കര ശിക്ഷയും അടിയും കുത്തുമെല്ലാം കേൾക്കുമ്പോൾ, സൗണ്ട് കേൾക്കുമ്പോൾ, അതിൻ്റെ ബൊബ്ബ കേൾക്കുമ്പോൾ മക്കളും അത് തടയല്ല. മക്കത്തിൽ ലേറ്റാക്കുക തുടങ്ങുവാറ്, ഇന്ന് വേണ്ട നാലാക്കുക, നാലക്കലയാക്കുവാണ്. പല ആൾമാരും ഖബറിൽ അടക്കുക വിചാറുവാറ് അല്ലേ. ഒരു മോനും നല്ലൊരു മോനും ഉമ്മയുടെ പിരിസപ്പെട്ട മോനും ചിലപ്പോൾ അവനും ദോഷിയായിട്ടിരിക്കും. അങ്ങനെ അവൻ്റെ ഖബറടയ്ക്കപ്പോൾ സുബ്ഹാനല്ലാഹ് ഖബറിൽ മുൻകർ നക്കീർ ഭയങ്കര അദ്ദേഹത്തെ പിടിച്ച് ശിക്ഷിച്ചിട്ട്, അപ്പോൾ അവൻ്റെ ഭയങ്കര ബൊബ്ബയാ ഉമ്മ യാ അല്ലാഹ് ഇങ്ങനെ ബൊബ്ബടിച്ചുകൊണ്ടുള്ളതാണ്. ഇങ്ങനെ മാത്രം കേട്ടിട്ടുണ്ടായെങ്കിൽ ഏതൊരു ഉമ്മക്കും സഹിക്കുക, എൻ്റെ മോൻ്റെ ഖബറിൽ ശിക്ഷിക്കുന്നത് ഉമ്മ അപ്പക്ക് സഹിക്കുക. പലപ്പോഴും പല ഉമ്മപ്പന്മാർ എന്താക്കുക, ജാവ് പോയിട്ട് ഖബറ് എല്ലിട്ട് മോൻ്റെ എടുത്തിട്ട് പറത്തിടുവാർ. അപ്പോൾ ഇങ്ങനെല്ലാം ആയിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരു ഭർത്താവ് മരിച്ചിട്ടുണ്ടായെങ്കിൽ ആ ഭർത്താവിടെ ബൊബ്ബയും ആ ഭർത്താവിടെ ആർത്തനാഥ കേട്ടാവും പെഞ്ഞയ്ക്ക് സഹിക്കുക. അപ്പോൾ സഹജമായിട്ട് ഖബറെ ഭർത്ത് എടുത്തിട്ട് രക്ഷപ്പെടുത്തുക നോക്കുവാറ്. ഇങ്ങനെ നിങ്ങൾ ആക്കുവാറ് ചെല്ലെ പേടി എനിക്ക് ഇല്ലാണ്ടായെങ്കിൽ ഞാൻ കണ്ടിത്തായിട്ടും ഖബറിലെ ശിക്ഷ നിങ്ങൾക്ക് അതിലെ സൗണ്ടെല്ലാം നിങ്ങൾക്ക് കേപ്പാട്ടണോ ചെല്ലെ ഒരാശ നക്കും ഇന്തുണ്ടായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലെ. എന്ന് മാത്രമല്ല ഈ ഖബർ ശിക്ഷ മനുഷ്യന്മാർ കേപ്പാട്ടുണ്ടായെങ്കിൽ അതിലുണ്ടാവും ഇന്നൊരു ഫോൾട്ടായിട്ട് യങ്കത്തിയുൽ മആഷു
യഖ്തല്ലു നിലാമുൽ ആലമി ഇടീ മൈഷത്ത് മനുഷ്യരെ മൈഷത്തെ എന്തായി പോകും പറ്റേ മുറിഞ്ഞു പോകേണ്ട സാധ്യത ഉണ്ട്. കാരണം ഖബറിൽ ശിക്ഷിക്കപ്പെട്ട ശബ്ദമെല്ലാം കേട്ടപ്പോൾ മനുഷ്യനെ പേടി തുടങ്ങിയപ്പോൾ പിന്നെ മനുഷ്യരെല്ലാം പള്ളി വന്ന് തെച്ചോളൂ, എല്ലാവരും ഇബാദത്തിൽ മുങ്ങി പോവാൻ. പിന്നെ ഇവിടെ നയിക്കടങ്ങാറിക്കല്ല, പിന്നെ ഇവിടെ പിന്നെ ചോറാക്കവും കറിയാക്കവും അതുപോലെ മറ്റുള്ള പണിക്കൊന്നും മനുഷ്യ കിട്ടല്ലേ, എല്ലാം ഇബാദത്തിലായിട്ട് മുങ്ങിയിട്ട് വേഗം മരിക്കുമെന്ന് നോക്കുവാർ, അഥവാ പിന്നെ സഹജമായിട്ട് ആഹാരമെല്ലാം മരിക്കുവാർ. അപ്പോൾ ദുനിയാവിടെ വ്യവസ്ഥ എല്ലാം അസ്തവ്യസ്താവും സാധ്യത കൊണ്ടുപോട്ടു. അതുകൊണ്ടായിട്ട് ഇവിടെ പിന്നെ ഹുക്കമാക്കന്മാർ ചെന്നാർ ലൗലൽ ഹംകിയു ല ഖറബത്തി ദുനിയാട്ട്. ഹംക്കടെ ആൾമാർ അഥവാ വിഡ്ഡിങ്ങ മൂർഖന്മാർ മാത്രം ദുനിയാവിൽ ഇല്ലാണ്ടായിരുന്നെങ്കിൽ ദുനിയാവെ നശിച്ചു പോവാന്ത്, ദുനിയാവെ ഖറാബായി പോവാന്ത് ഉണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൂർഖന്മാർ ചെന്നയാൾ ആഖിറ ചൊല്ല ഒരു ലോകമുണ്ടോ, ഈ ദുനിയാവ് ചൊല്ല ഈ ഐഹിക ലോക ഒരു നൈമിഷിക ഒരു സമയത്ത് മാത്രമായിട്ടിക്കട് ഞങ്ങളെ റിയലി ഒരു ലോക ഒരു ലൈഫ് അത് ആഖിറായിട്ടിക്കട് ചെന്നിട്ട് ഗൊന്തിന്നിട്ട് പോലും ആ ആഖിറത്തെ ಬಗ್ಗೆ ചിന്തിക്കാണ്ട് കേവലം ദുനിയാവുകായിട്ട് ഇങ്ങനെ കുറേ കഷ്ടപ്പെട്ടതും ദുനിയാവുകായിട്ട് മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ആൾമാരല്ലേ യഥാർത്ഥത്തിൽ അങ്ങ് ഹംക്കായിട്ടിരിക്കാറ്, അങ്ങ് മൂർഖന്മാരായിരിക്കാറ്. അപ്പോൾ ഇത്തരത്തിലുള്ള മൂർഖന്മാർ ഉള്ളത് കൊണ്ട് ദുനിയാവ് നടന്നിട്ടില്ലേ, അത് അള്ളാഹുടെ ഒരു തീരുമാനമായിട്ടിരിക്കും. അതുകൊണ്ട് അങ്ങമാത് ഇല്ലാണ്ടായ ദുനിയാവിടെ നടക്കല്ലന്ത്, ഇവിടെയുള്ള കാർബാർ നടക്കല്ലന്ത്. അപ്പോൾ വാസ്തവത്തിൽ ഈ ദുനിയാവ് നടക്കണമേ ചില മൂർഖന്മാരെ കൊണ്ടായിട്ട് കേട്ട് ഹുക്കമാക്കന്മാർ ചെല്ലാറ്. അപ്പോൾ ഖബറിലെ ആ ശിക്ഷയുള്ളത് ഹക്കായിട്ടിക്കട് അതൊക്കെ ഒരു നല്ല ഒരു ഉദാഹരണമായിട്ടിക്കട് ഞങ്ങളെ എതിരിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തി, ആ ഉറങ്ങിയിട്ടുള്ളതായ ഒരു വ്യക്തി അയാളുടെ കിനാവിൽ അതിൽ എന്തെല്ലാം കണ്ടിട്ടുണ്ട്, എന്തുമാ തിന്നിട്ടുണ്ട്, എവിടെമാ സഞ്ചരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അമേരിക്കത്തിലേക്കും, ചിലപ്പോൾ ദുബൈയിലേക്കും, ചിലപ്പോൾ ഗൾഫിൽ വേറെ ഏതെങ്കിലും കൺട്രിയിലേക്കും. പക്ഷേ അയാൾ ഞങ്ങൾ എതിരിലേ ഉണ്ട്. അയാൾ പലപ്പോഴും വലിയ പേടിയുടെ ഒരു അവസ്ഥയിലേക്കും പല ആൾമാർ പല നിലക്കുള്ള പേടിയുടെ ഒരു കിനാവെല്ലാം കാണാറ്, എഞ്ചിട്ട് ഗാബരിയാവിടാറ്. പക്ഷേ ഈ കിനാവിൽ അയാൾ എന്തോ ഒരു അനുഭവിച്ചിട്ടുണ്ട്, ചിലപ്പോൾ സുഖം അനുഭവിച്ചിട്ടുണ്ട്, ചിലപ്പോൾ കഷ്ടം അനുഭവിച്ചിട്ടുണ്ട്. അതേ സന്ദർഭത്തിൽ ഈ എതിരിൽ വെച്ചിട്ടുള്ള ഞങ്ങൾക്ക് അതൊന്നും മനത്താവില്ല. ഇതുപോലെ ഖബറിൽ ഞങ്ങൾ CC ക്യാമറ ഫിക്സ് ആക്കിയിട്ട് നോക്കിയെങ്കിലും ആ മെയ്യത്ത് ബൽത്തി പോലെ വയ്ക്കും. പക്ഷേ ആ മെയ്യത്ത് ശിക്ഷയും രക്ഷയുമെല്ലാം അത് ആ മെയ്യത്ത് റൂഹ് കൊണ്ടായിട്ടിക്കട് ആ റൂഹിനെ പിടിച്ചിട്ട് അള്ളാഹു എല്ലാം ആക്കിയിട്ടിക്കട. പക്ഷെ ഞങ്ങൾക്കത് കൊത്താവില്ല, ഞങ്ങൾക്ക് അത് ഞങ്ങളെ ഈ കാണുള്ളത് കാണില്ലായിട്ട് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് ഒരു മനുഷ്യ ഒരു കിനാവിടെ ഒന്ന് കറക്റ്റ് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഖബർ അദാബ് ഹക്ക് ചെല്ലതും ഞങ്ങൾക്ക് വ്യക്തമാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബർ അദാബിനെ തൊട്ട് ഞങ്ങളെല്ലാവരും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നല്ല ഈമാനും യക്കീനും അള്ളാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിഫദ്ലിഹി സ്വല്ലല്ലാഹു അലൈഹി